അത് ആ ദൂരെ കണ്ടില്ലേ ഒരു വാഹനം നിൽക്കുന്നത്, അത് മെയിൻ റോഡാണ് കേട്ടോ, മെയിൻ ബസ് റൂട്ടാണത്. ആ ബസ് റൂട്ടിൽ നിന്ന് ഈ പാടത്തിൻ്റെ സൈഡിലൂടെ കുറച്ച് ഒരു 100 മീറ്റർ മണ്ണ് റോഡാണ്. നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്ത്, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് നമുക്കിന്നൊരു വീട് കൊടുക്കാനുള്ളത് കേട്ടോ. ഇവിടുന്ന് മുതലാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് ഉണ്ടോ, നല്ല റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലമാണ്. ആ തലം മുതൽ ഈ തല വരെ നമ്മുടെ ഈ കൊടുക്കാനുള്ള സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും റോഡ് ഫ്രണ്ടേജാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ വരോട് ഭാഗത്താണ് കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്താണ് നമുക്കൊന്ന് വീടും സ്ഥലവും കൊടുക്കാനുള്ളത്. വെള്ള സൗകര്യത്തിന് നല്ലൊരു ഓപ്പൺ കിണറുണ്ട്. 32 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇത്. 1200 സ്ക്വയർ ഫീറ്റ് വീടും. അതുപോലെ നല്ല കായ്ഫലം കിട്ടുന്ന 13 തെങ്ങുണ്ട് ഈ വളപ്പിൽ. പിന്നെ തേക്ക്, മാവ്, പ്ലാവ് അങ്ങനെ എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ സ്ഥലം ഒന്ന് സ്പീഡ് ചെയ്ത് പോവുകയാണ്. ഇത് ഈ വളപ്പിൽ തന്നെ ഒരു എക്സ്ട്രാ ഒരു വീടുണ്ട് കേട്ടോ. ഇത് ഇനി ചെറിയ ലെവലിലൊക്കെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു വീടാണിത്. ഒറ്റമുറി വീടാണിത്. കുറച്ച് സ്ഥലമൊക്കെ കൂടുതലായിട്ട് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്നത്. ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും 7 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ഇത് മെയിൻ റോഡിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് വലിയ വാഹനങ്ങളൊക്കെ കയറണമെങ്കിൽ ഈ വഴി നമുക്ക് കൊണ്ടുവരാം കേട്ടോ. കാറോ ജീപ്പോ ലോറിയോ ഒക്കെ ഈ വഴി നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വാഹനങ്ങളൊക്കെ വരുത്താവുന്നതാണ്. നേരെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് വന്ന് വാഹനങ്ങൾ നിർത്തും. വീട്ടിലേക്കുള്ള ഗേറ്റ് ശരിക്കും മുന്നിൽ കൂടെ അത് സ്റ്റെപ്പാണ്, അതിലൂടെ വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല, അത് സ്റ്റെപ്പാണ്. ഇനി നമ്മൾ വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ട് ഉണ്ട്. ഇരിക്കാനുള്ള സ്ലാബും ചാരുപടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. വീടൊരു 10 വർഷം പഴക്കമുണ്ടാവും. ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ നീളത്തിലൊരു ഹാള്, ലിവിങ് ഏരിയ, അവിടെ സോഫ സെറ്റി, TV, ഷോക്കേസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുഭാഗവും ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. മൊത്തം ഈ വീട്ടിൽ 4 ബെഡ്റൂമാണുള്ളത് കേട്ടോ. 4 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും പിന്നെ 3 ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്. നമ്മുടെ ചാനലൊന്നും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്യണേ. ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമൊക്കെ ഒരു 10x10 സൈസ് ബെഡ്റൂമുകളാണ്. അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. കാരണം ഓരോ ഏരിയയിലും നമുക്ക് വീടുകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ബെഡ്റൂം നമ്മൾ വന്നു. ഇത് അടുക്കളയിലേക്കുള്ള ഡോറാണ്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് പിന്നെ അറ്റാച്ച്ഡാണ് കേട്ടോ. ബെഡ്റൂം കുറേ സൈസ് തന്നെ, 10x10 സൈസ് തന്നെയാണ്. ഇത് പിന്നെ അറ്റാച്ച്ഡാണ്. കുഴപ്പമൊന്നുമില്ലാത്തൊരു നല്ലൊരു ബാത്റൂമാണ് കേട്ടോ. വാങ്ങുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും വീട്. നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഹാളിലേക്ക് എത്തി. പിന്നെ ഇവിടെയാണ് 2 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും. നടുവിലൊരു കോമൺ ബാത്റൂമും 2 ബെഡ്റൂം അപ്പുറം. ഇതും അതേമാതിരി വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. അതിൻ്റെ നടുവിലാണ് ഇതാണല്ലേ, ഈ 2 ബെഡ്റൂമിൽ നിന്നും പോകാൻ സൗകര്യത്തിന് നടുവിലാണ് ഇതിൻ്റെ ബാത്റൂം. അതും വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ. അതിൻ്റെ വലതുഭാഗത്താണ് വേറൊരു ബെഡ്റൂം, അതായത് 4ാമത്തെ ബെഡ്റൂമാണിത്. എല്ലാ റൂമിലും ഇതുപോലെ ചുമരിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കിണറൊക്കെ ഉണ്ടല്ലോ, കിണറൊന്നും ഒരു കാലത്തും പറ്റാത്ത കിണർ കേട്ടോ. നല്ല ശുദ്ധിയുള്ള വെള്ളമാണ്. കാരണം പാടത്തിൻ്റെയൊക്കെ ഓരല്ലേ, നല്ല വെള്ളം എപ്പോഴും കിട്ടുന്നൊരു ഏരിയ. പിന്നെ 32 സെൻറ്റ് സ്ഥലമുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും കൃഷിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റിയൊരു ഏരിയയാണ്. ഇതാണ് അടുക്കള കേട്ടോ. അടുക്കള കുഴപ്പമില്ല, നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു അടുക്കള തന്നെയാണ്. അതുപോലെ കായുള്ള 13 തെങ്ങാണ് ഈ വളപ്പിലുള്ളത്. വാഷ് ബേസിന് അങ്ങനെയുള്ളൊക്കെ സെറ്റിങ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ അവർ ഡൈനിങ് ടേബിൾ ഈ ഭാഗത്താണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഹാളിലേക്ക് ഇടണമെങ്കിൽ അവിടെ സ്ഥലമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്ടോ വാഷ് ചെയ്യാനുള്ള വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് 48 ലക്ഷം രൂപയാണ്. വില അധികമൊന്നുമല്ല കേട്ടോ. കാരണം 32 സെൻറ്റ് സ്ഥലമുണ്ട്, ഓപ്പൺ കിണറുണ്ട്, മെയിൻ റോഡിൽ നിന്ന് വലിയ ദൂരമില്ല.
ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.